ആ സമയത്ത് നിങ്ങൾ ഓർക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ടില്ല, മുഹമ്മദ് മാത്രമായി നിൽക്കുന്ന കാലഘട്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവിയാണെങ്കിലോ 2 കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച് കുട്ടികളുണ്ട്, വിധവയായി കഴിയുന്ന കാലമാണ്. മക്കത്ത് ഒരുപാട് സമ്പത്തുള്ള, എന്നാലോ ഒരുപാട് ധനാഢ്യരായ രാജാക്കന്മാരായ ആളുകൾ, ഖുറൈശിയിൽപ്പെട്ട പല പ്രമുഖരും കല്യാണം ആലോചിച്ച് ദൂതന്മാരെ അഴക്കുന്ന ബീവി കൂടിയാണ് ഖദീജ ബീവി. ആ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ബീവി ഖദീജനെ കേട്ട് പറഞ്ഞെന്ന് ബീരീത രാജാക്കളെമ്പാടുമെത്തുന്നു. ബീവി ഖദീജനെ കേട്ട് പറഞ്ഞെന്ന് ബീരീത രാജാക്കളെമ്പാടുമെത്തുന്നു. ബീവിയതൊക്കെയും തള്ളിക്കളയുന്നു, വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു. ബീവിയതൊക്കെയും തള്ളിക്കളയുന്നു, വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു. കേൾക്കുമ്പോ വിസ്മയത്തിൽ തന്നെ, അല്ലാതെ എങ്ങനെ ചെയ്യാം? കാരണം പക്കത്തെ പ്രമുഖരായ ആളുകൾ പലരും കല്യാണം ആലോചിച്ച് വരുന്ന ബീവിക്ക് മനസ്സിലുണ്ടാകുന്നത് നബിയോടുള്ള മഹത്താണ്, നബിയോടുള്ള ഇഷ്ടമാണ്. അങ്ങനെ ദൂതനെ വിട്ട് തന്റെ എളാപ്പയുടെ അടുത്തേക്ക് ദൂതനെ അയക്കുകയാണ്. കച്ചവടം കഴിഞ്ഞ് വന്നതിന് ശേഷം ബീവി ഖദീജ, അന്നത്തെ വേറൊരു കാര്യം കൂടെ ഓർക്കണം, അവര് മക്കയിലെ രാജാത്തിയായി വാഴുകയാണ്. മക്കത്തെ മുന്തി മുഹമ്മദിനെ വേൾക്കാനന്ദജവന്ന മാലിനി മണിയായ ഖദീജബി ചുളുവിലായി സമ്മതം തേടുന്നേ, സന്തോഷം പേറുന്നേ. മക്കത്തെ രാജാത്തിയായി മാറിയിടും ഖദീജബി മുന്തി മുഹമ്മദിനെ വേൾക്കാനന്ദജവന്ന മാലിനി മണിയായ ഖദീജബി ചുളുവിലായി സമ്മതം തേടുന്നേ, സന്തോഷം പേറുന്നേ. സുസ്ഥിര ബിംബിക ദൂതനെ വിട്ട് സ്ഥിതിഗതി അഹമ്മദിനെ അറിവിത്ത് സുബ്ഹാനവരുടെ വിധി പോലത്തെ സുബ്ഹാനവരുടെ വിധി പോലത്തെ മുല്ലപ്പൂ ഭാഷകത്തോടിയാൽ പറയുന്നു, മെല്ലെ മുഹമ്മദും ശ്രദ്ധിച്ചു കേൾക്കുന്നു. മന്ത്രിക്കും മട്ടിലൊരു മറുപടി പറയുന്നു, പുഞ്ചിരിക്കുകുന്നേ, നാണം കുണുങ്ങുന്നേ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജബി മുന്തി മുഹമ്മദിനെ വേൾക്കാനന്ദജവന്ന മാലിനി മണിയായ ഖദീജബി ചുളുവിലായി സമ്മതം തേടുന്നേ, സന്തോഷം പേറുന്നേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് ദൂതരെ അയക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കല്യാണത്തിന് സമ്മതം കൊടുക്കുകയുമാണ്. ഈ കല്യാണം നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹദി വിധവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായം 25. ആ യൗവനത്തിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കെട്ട് ആലോചിക്കുമ്പോ ബീവിക്ക് എത്ര വയസ്സാന്ന് ഓർക്കണം, 40 വയസ്സാണ്. മഹദിയുടെ വയസ്സ് 40ആണ്. ഇനി പറയുന്നത് മഹദിയെ കുറിച്ചാണ്, ഇവിടെ ഇരിക്കുന്ന മഹദിമാരെ കുറിച്ചാണ്.
നിങ്ങളാണ് ഇനി കേൾക്കേണ്ടത്. ഭർത്താക്കന്മാർ മാത്രമല്ല, ഇനി പറയുന്നത് ഖദീജ ബീവിയെ കുറിച്ചാണ്. ബീവിയെ പറയുമ്പോൾ ഇവിടുത്തെ ഭാര്യമാർ ശ്രദ്ധിക്കണം, ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാർ ശ്രദ്ധിക്കണം. ഖദീജ ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ, ഇവിടുത്തെ ഉമ്മമാർ മക്കളെ പൊട്ടുന്ന, മക്കളെ നോക്കുന്ന, നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്ന ഉമ്മമാർ, ഒരു മാതാവിന്റെ സ്നേഹം നൽകുന്ന, എന്ത് കാര്യങ്ങളിലും നൽകുന്ന, ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഭാര്യമാർ, ഇവിടെയുള്ള സഹോദരിമാരൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ ഖദീജ ബീവി ഒരു പാഠമാണ്. അങ്ങനെ മഹദിയുടെ വിവാഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊത്തുള്ള വിവാഹം, ഈ വിവാഹം നടക്കുന്നതൊന്നും പ്രവാചകനാകുന്ന മുമ്പാണ് എന്നറിയണം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമൊന്നുമല്ല ഈ വിവാഹം നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് കല്യാണം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം വളരെ സന്തോഷപൂർവ്വം നടക്കുകയാണ്. ആ വിവാഹം കഴിഞ്ഞു. അവരുടെ വിവാഹ ജീവിതം, വൈവാഹിക ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. ബീവി നബിയെ ഒരു ഉമ്മ നൽകുന്ന സ്നേഹം നൽകി, ഒരു ഭാര്യ നൽകുന്ന സ്നേഹം നൽകി, ഒരു സഹോദരി നൽകുന്ന സ്നേഹം നൽകി. ലോകത്തൊരു ഭാര്യ പോലും ഒരു ഭർത്താവിന് നൽകാൻ ഇനി നൽകാനാവാത്ത വിധം നബിയെ സ്നേഹിച്ച മഹദിയുടെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ കേൾക്കണം മഹദിയെ കുറിച്ച്, നമ്മൾ പഠിക്കണം മഹദിയെ കുറിച്ച്, ബീവി ഖദീജയെ കുറിച്ച് നമ്മൾ വാനോളം കേട്ടുകൊണ്ടേയിരിക്കണം. അവരെ നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയാക്കേണ്ട കവിതയാണ്. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബ്ബത്ത് പുതൊരു രാജാത്തി, മഹദിയാൾ ബീവി ഖദീജ മനോഹരി, മക്കത്തെ രാജാത്തി. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബ്ബത്ത് പുതൊരു രാജാത്തി, മഹദിയാൾ ബീവി ഖദീജ മനോഹരി, മക്കത്തെ രാജാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നടക്കുന്ന അരാജകത്വം കണ്ട് സഹിക്കവയ്യാതെ, അവിടെ നടക്കുന്ന ശിർക്കുകൾ കണ്ട് സഹിക്കവയ്യാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോൾ പ്രത്യേകിച്ച് വെളിപാടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മനസ്സിൽ അദ്ദേഹം ആരൊക്കെയോ വന്ന് എന്തോ പറയുന്നത് പോലെ ഒക്കെ തോന്നാറുണ്ട്. അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യ, അത് എതിർക്കാനുള്ള ത്രാണിയുമില്ല. അവിടെ നടക്കുന്ന ബിംബാരാധനകളും മറ്റും ഒക്കെ എതിർക്കണമെന്നുണ്ട്, അതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അതിനൊന്നും ആ സാഹചര്യം അനുവദിക്കുന്നില്ല. അവിടുത്തെ ഖുറൈശി പ്രമുഖരോട് ഏറ്റുമുട്ടാനുള്ള ത്രാണി ആ സമയത്ത് റസൂലിനുണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമയങ്ങളിലൊക്കെ ഏകാഗ്രമായിരിക്കാൻ വേണ്ടി ഒരിടം കണ്ടെത്തുമായിരുന്നു. ഇവിടെ ഉംറക്ക് പോയ ആളുകൾ ഉണ്ടാവും, മക്കത്ത് പോയ ആളുകൾ ഉണ്ടാവും, ചരിത്ര പ്രദേശങ്ങളൊക്കെ കണ്ട ആളുകളായിരിക്കും. എത്ര പേര് മക്കത്ത് പോയിട്ടുണ്ട്? ഇവിടെ സൗദികളിൽ എല്ലാവരും പോയിട്ടുണ്ടാവും. എന്നാലും ഒന്ന് അറിയാൻ വേണ്ടിയില്ല, മക്കത്ത് പോയവരാരൊക്കെ? എല്ലാവരും പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ജബലന്നൂർ എന്ന ഒരു മലയുണ്ട്, അത് കയറിയവരാരൊക്കെ ഉണ്ട്? ജബലന്നൂർ കയറി അല്ലെ? ജബലന്നൂർ കയറിയവര് കുറെ ആളുകളുണ്ട്. കയറാത്തവരൊന്ന് കയറണം, കയറാത്തവരൊന്ന് കയറണം. ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ സൗകര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകാഗ്രവാസത്തിനായി തിരഞ്ഞെടുത്തത് ജബലന്നൂരിലെ ഹിറാ ഗുഹയായിരുന്നു. ആ ഹിറാ ഗുഹയിൽ ഇരുന്ന് ഏകാഗ്രവാസം നയിക്കും. ഇന്ന് ജബലന്നൂർ കയറുമ്പോൾ അറിയാം, കയറുന്ന സ്റ്റോപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ സർവ്വ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാനൊക്കെ, നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ. ആ മല ദിവസവും 3 തവണ, ഇത് പറയുമ്പോ നമ്മുടെ ചിരിക്കുന്നുണ്ട്, ഒരു ചായ എടുത്തുകൊണ്ട് വരാന് നമ്മൾ ഭാര്യയോട് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കുടിച്ചാൽ, നിങ്ങൾക്ക് എന്താ അടുക്കളയിൽ പോയി കുടിച്ചാലേ, നിങ്ങൾക്കൊന്ന് എടുത്ത് കുടിച്ചൂടെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇവിടുത്തെ സഹോദരിമാരല്ലോ ഞാൻ പൊതുവെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്താൽ ചോദിക്കും.
അങ്ങനെ ചെയ്യുന്നൊരു വാക്കുപോലും പുറത്തു പറഞ്ഞിരുന്നില്ല മഹദി. നബിയോട് അങ്ങനെ ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. അത് പറയാനുള്ള സാഹചര്യം നബി ഉണ്ടാക്കിയിട്ടുമില്ല. അതും കൂടെ ഓർക്കണം. ആ ചായ കൊണ്ടുവരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പറഞ്ഞാൽ